ഭാഗം നമ്മൾ നോക്കിക്കണ്ട് ഇറങ്ങിപ്പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ താഴെ വീണെന്ന് ചോദിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ഇടമാണ് ആ ബീച്ചിലേക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്ഥലം. ബട്ട് വെരി യുണീക്ക് ആൻഡ് വെരി കംഫർട്ടബിൾ. നല്ല ഒരു വെയിലുള്ള ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് പോകാൻ പറ്റിയ അടിപൊളി ബീച്ചാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ കാപ്പി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ആക്ച്വലി കുക്കിംഗ് വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇന്നുണ്ടാക്കാൻ പോണ കുക്കിംഗ് സ്പെഷ്യലായതുകൊണ്ട് ഞാനന്ന് ഉണ്ടാക്കി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കുക്കിംഗാണ് രാവിലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വലുതായിട്ട് ഒന്ന് പുറത്ത് പോകാൻ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗങ്ങളും കൂടെ കൂട്ടിച്ചേർത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ. അപ്പം എല്ലാവർക്കും വലിയൊരു സ്വാഗതം, ഒരു ഹാപ്പി ഡേ ആശംസിക്കുവാണ് കേട്ടോ എല്ലാവർക്കും. അപ്പം അടിപൊളിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചെറിയൊരു കറിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. ഒരു പരിപ്പ് കറിയും അതുപോലെ തന്നെ കുറച്ച് ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പരിപ്പ് കറിയാണ്. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈലിൽ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ള ഒരു സിമ്പിളായിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ അറിയിക്കുക. ഡബ്ലിംഗ് മല്ലു വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കുറേയധികം വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് കറിക്ക് ഇന്ന് കുറച്ച് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ. അപ്പം നമ്മൾ ചേർക്കാൻ പോകുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുഞ്ഞായിട്ട് ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്മയുണ്ട്, ചുമന്ന രീതിയിലുള്ള പയറില്ലേ അത്. അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മളിന്ന് ഉപ്പിട്ട് വേവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് വേവിച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് പൊടിവർഗ്ഗങ്ങളെല്ലാം ചേർത്ത് നമുക്ക് ആഡ് ചെയ്ത് കറിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം പരിപ്പ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, സവാള, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് മൂടി വെച്ച് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടുന്ന വരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ ബാക്കി പൊടി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചിട്ട് അവിടെ ഇരുന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് പതുക്കെ ഹാഫ് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ രാജ്മ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനത് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചുമന്ന നിറമുള്ള നമ്മുടെ രാജ്മയാണ്. അപ്പോൾ നമുക്കതും കൂടെ അതിനുള്ളിലേക്ക് ആ വെള്ളത്തോട് കൂടെ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. സെപ്പറേറ്റ് വെള്ളം എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുത്ത് അത് ഇടയ്ക്ക് യോജിപ്പിച്ചതിന് ശേഷം അതും കൂടെ അതിനുള്ളിൽ കിടന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പരിപ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ്, ഉരുളക്കിഴങ്ങ്, ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതും കൂടെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇച്ചിരി കൂടെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ പൊടി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കുറച്ചും കൂടെ നേരം കഴിഞ്ഞിട്ട് മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ അത്യാവശ്യം വേണ്ട സാമ്പാർ പൊടിയും അതുപോലെ കുറച്ച് ഞാൻ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി തക്കാളിയും മുളക് പൊടിയൊക്കെ കൂടെ ചേർത്ത് അരപ്പെല്ലാം ചേർത്ത് തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് വിതരണം ലാസ്റ്റ് ഒരു ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഉപ്പൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. എന്തായാലും കറി കളർഫുള്ളായിട്ടുണ്ട്. ഞാനെന്നാൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ മല്ലിയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പച്ച നിറമുള്ള അടിപൊളി ഫ്രീസ് ചെയ്ത മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം കറി റെഡിയായി കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഒരു പരിപ്പ് കറി. പല വെറൈറ്റിയിൽ ഞാൻ വയ്ക്കും. ഇന്നത്തെ ദിവസം വെച്ച കറി ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ നോക്കാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻസിലൊക്കെ പറയാം കേട്ടോ. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ പരിപ്പ് കറി. അത്യാവശ്യം 30 കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഞാനങ്ങ് എന്താ പറയുക തിക്കാക്കാറില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ എന്ന് ചെയ്താൽ മതി.
ഇനി നമുക്ക് ഇച്ചിരി കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് നമ്മുടെ ഈ ഡ്രൈഡ് ആയിട്ടുള്ള പ്രോൺസ്, നമ്മുടെ ചെമ്മീൻ വെച്ചിട്ടുള്ള ചമ്മന്തി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീനൊക്കെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സവോളയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഈ കിടക്കുന്ന തേങ്ങയാണ് നമ്മുടെ പച്ചത്തേങ്ങ, ഫ്രീസ് ചെയ്താണ് ആക്ച്വലി ചിരണ്ടിയിട്ട്. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി അരച്ചെടുക്കാം. കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സവോളയുടെ ഒരു ചെറിയ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് ഉപ്പെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കുഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക്. അപ്പം ചെമ്മീൻ ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ചമ്മന്തിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളം കൂടിപ്പോയി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് അരയ്ക്കുമ്പോൾ ഒന്ന് അരയാൻ വേണ്ടി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തായിരുന്നു. ബട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല പ്രോൺസിൻ്റെ ചമ്മന്തിയും കൂടെ ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞ് കുക്കിങ്ങൊക്കെ അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്തായാലും കുറച്ച് വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് എറിഞ്ഞ് കളഞ്ഞേക്കാമെന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ വേസ്റ്റ് എടുത്ത് കളയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വന്നു. സോ അപ്പോൾ അവരെ ഹാപ്പി ആക്കേണ്ട ഒരു കാര്യം കൂടെ നമുക്ക് എടുത്ത് കളയാറൊക്കെ ഉണ്ട്. ഒരിക്കലും ഞാൻ എടുത്ത് കളയാതിരുന്നിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഞാൻ എടുത്ത് കളയാറൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കുന്ന സമയത്ത് ഇപ്പം വേസ്റ്റ് ബിൻ ഫുള്ളായിരിക്കത്തില്ല, ആ സമയത്ത് ഞാൻ എടുത്ത് കളയാറില്ല. ബട്ട് പല സമയങ്ങളിലും നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരിങ്ങനെ ജസ്റ്റ് കംപ്ലൈൻറ്റ് പോലെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേസ്റ്റ് നേരത്തെ എടുത്ത് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല പരിപ്പിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി, നല്ല നാരങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇപ്പം പൊളിയല്ലേ നമ്മുടെ നാട്ടിലെ ഭക്ഷണം, ഒരട്ടാറ് പൊളി. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാൻ പോകാം കേട്ടോ. കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാം. ഭയങ്കര വെള്ളം എന്ന് തുടങ്ങി. പൊളിയിപ്പം ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, അപ്പം എങ്ങോടെങ്കിലും ഒന്ന് പോകുമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത്ര നല്ല കാലാവസ്ഥയൊന്നുമല്ല, കാലാവസ്ഥ തണുപ്പുണ്ട്, അന്തരീക്ഷം സ്കൈ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയറാണ്, പക്ഷേ എന്നാൽ നല്ല തണുപ്പുണ്ട് താനും. സോ എങ്ങോടെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം പോകുന്ന ഭാഗങ്ങൾ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വലിയൊരു പ്ലസന്റ് ഡേ അല്ലെങ്കിൽ കൂടിയും എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ. സോ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകണം. അപ്പം പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഹോപ്പ് യു എൻജോയ്. ഓക്കെ, അപ്പം പിന്നെ കാണാം. The next station is Baita. Shuttle Banner Udo. Please mind the gap.
ഇപ്പോൾ ഹോത്തിൻ്റെ ബീച്ചിൻ്റെ അടുത്ത് നിന്ന് ഞാനും കയറി പോകുന്നു കേട്ടോ. നമ്മൾ ആദ്യം അന്ന് വന്ന സമയത്ത് നമ്മൾ പോയ സ്ഥലങ്ങളിലേക്കാണ് ഞാനെങ്കിൽ ഇവിടെ പോകാൻ പോകുന്നത്. അപ്പം അന്ന് വന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക യുണീക്കായിട്ടുള്ളൊരു ബീച്ച് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഭാഗത്തായിട്ട്. സോ ആ ഒരു ഭാഗത്തേക്ക് കയറുന്നതിനുള്ള ഒരിതാണ്. അതുപോലെ തന്നെ ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകണം, കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മെറീനയുടെ ഭാഗം അല്ലെന്നുണ്ടെങ്കിൽ യാർഡ്സിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ആ സീയുടെ ഒരു ഭാഗം. ഇത് നമ്മൾ ക്ലൈംബ് ചെയ്യാൻ പോവാണ്. ക്ലൈംബ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ ബീച്ച് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനാ പറഞ്ഞ പൊളി ബീച്ചാട്ടോ പുറകിൽ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ. കുറേയധികം ആൾക്കാരുണ്ട്. ഇന്ന് പിള്ളേരൊക്കെ ഒത്തിരി പേരുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നേക്കണം തോന്നുന്നു. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. പൊളി ബീച്ചാണ്. എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ആക്ച്വലി ആ ഒരു ഭാഗം നമ്മൾ നോക്കി കണ്ട് ഇറങ്ങിപ്പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ താഴെ വീണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇടമാണ് ആ ബീച്ചിലേക്ക് ഇറങ്ങി പോകാനുള്ളൊരു സ്ഥലം. ബട്ട് വെരി യുണീക്ക് ആൻഡ് വെരി കംഫർട്ടബിൾ. നല്ല ഒരു വെയിലുള്ള ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് പോകാൻ പറ്റിയ അടിപൊളി ബീച്ചാണ് കേട്ടോ. ആളോ വേളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്നൊക്കെ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസൊക്കെ കുറേ അധികം പേരുണ്ടെന്ന് തോന്നുന്നു. കുറേ ഡയറിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരേ സ്ഥലത്ത് നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി വിവരിച്ച് എഴുതാനൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ തന്നെ. അങ്ങനെയുള്ള ടൂറൊക്കെയാണെന്ന് തോന്നുന്നു. ഒരുപാട് സ്റ്റുഡൻസുണ്ട്. ബീച്ചിനകത്ത് ഫുൾ അങ്ങനത്തെ കുറേ ആൾക്കാരാണ്. കുഴപ്പമില്ല, ലൈക്ക് നമ്മുടെ ഡിസ്റ്റൻസ് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി ഒരു ബോറിംഗ് ആണ്, കാരണം കുറേ അധികം ആളുള്ള സമയത്ത് നമുക്ക് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ എന്നാൽ കൂടി കുഴപ്പമില്ല, പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാനിത് ഇവിടെ കുറേ നാളുകൾക്ക് മുമ്പാണ് വന്നത്. വീണ്ടും ഒന്നുകൂടെ വന്നു പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ജസ്റ്റ് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ക്ലിഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നടന്ന് മടുത്തു പോകും, അതാണ് ഏറ്റവും വലിയ കളി. ആ കുന്നിൻ്റെ മുകളിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ ഇടപാട് തരും, അതാണ്. പക്ഷെ എന്നാലും നോക്കാം, പറ്റുമ്പോലെ കുറേ സ്ഥലങ്ങളിലേക്ക് പോവാം. ഇവിടുത്തെ വീടുകളൊക്കെ ഒരു ഒന്നൊന്നര വീടുകളാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു വീടുകളൊക്കെ കുറേ പഴയ വീടുകളാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പണിത് പോയ വീടുകളൊക്കെയാണെന്ന് തോന്നുന്നു. അല്ലാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ കാണാനില്ല. എല്ലാം തന്നെ പഴയ വീടുകളാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഏരിയ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വീട് ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയാണ്. ഏകദേശം മേളൊരു ടിപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. നമ്മുടെ സൗത്തിൻ്റെ ആ ഒരു ടൗണും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കണ്ടില്ലേ ആ ബീച്ച് ഉൾപ്പെടെ നമ്മളിപ്പോൾ കയറി ഇറങ്ങി വന്ന ബീച്ച് ഉൾപ്പെടെ കണ്ടതേ കാണുന്നതാണ് ആ ബീച്ച്. അവിടെ നിന്നാണ് ഇപ്പോൾ കയറി ഇറങ്ങി വന്നത്. അവിടെ വരെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയ ഒരു ഇടമാണ്. അമേസിങ് ആണ്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. മേളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നു കേട്ടോ. ഇപ്പോൾ താഴത്തേക്ക് വന്നു. നമ്മുടെ ഹൗത്തിൻ്റെ ഏകദേശം ടൗൺ ഏരിയയിലേക്ക് തന്നെ വന്നു. ഫുൾ മെറീന നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്.
കുറേ വിസിറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഒത്തിരി വലിയ സ്ട്രെച്ചാണ്, നടക്കുമ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ നടക്കണം. സോ I'm not going to walk actually. സോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് വാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. നോട്ട് എ പ്രോബ്ലം.